ഏറ്റവും ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഡയാലിസിസ് ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല, നമ്മളുടെ ഒപ്പമുള്ളൊരു യാത്രയുടെ തുടക്കമാണെന്ന് വേണമെങ്കിൽ പറയാം. നമസ്കാരം. വെൽക്കർ ഹോസ്പിറ്റൽ വൈറ്റില കൊച്ചിയുടെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്തുകൊണ്ട് കിഡ്നി ഡിസീസസ് ഇത്രയും കൂടി വരുന്നു ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് നമ്മൾ അങ്ങേറ്റം വിഷമത്തോടെ കേൾക്കുകയും അതിനെപ്പറ്റി ചർച്ചകൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കിഡ്നി ഡിസീസ് വരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ മുന്നോട്ടുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ കിഡ്നി മാറ്റിവെക്കുന്നത് ഒഴിച്ച് ഇതിനൊരു ക്യൂറോ അല്ലെങ്കിൽ ഇതിന് അങ്ങനെ ഒരു പരിഹാരവും ഇല്ല. ബാക്കിയെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പേഷ്യൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ സപ്പോർട്ടീവ് കെയർ എത്ര നന്നായി കൊടുക്കാമെന്നുള്ളതാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസ് ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും വലിയ ചലഞ്ച്. ആ സപ്പോർട്ടീവ് കെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സെൻട്രൽ കോർ എന്ന് പറയുന്ന ഭാഗം ഡയാലിസിസ് ആണ്. അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ ഗവൺമെൻറ്റും പ്രൈവറ്റുമായി പല സെൻറ്ററുകളിൽ പല രീതിയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ പല വിധമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബസ്സിൽ കയറി, പ്രൈവറ്റ് ബസ്സിൽ കയറി നടന്നു വന്ന് ഡയാലിസിസ് ചെയ്ത് പോകുന്ന രോഗികളുമുണ്ട്, വീൽ ചെയറിൽ കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ ബെറ്ററായി എങ്ങനെ ഡയാലിസിസ് ചെയ്യാം, ഡയാലിസിസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു നിയർ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു തോട്ടിൽ നിന്നാണ് നമ്മൾ എങ്ങനെ ഡയാലിസിസ് എഫിഷ്യൻസി കൂട്ടാമെന്ന് ആലോചിക്കുന്നത്. ഞാൻ കേരളം അങ്ങോളം ഇങ്ങോളം പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന പല സ്ഥലങ്ങളിലും ഡയാലിസിസ് നടക്കുന്നുണ്ടെങ്കിലും എഫിഷ്യൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയാലിസിസ് അഡിക്വസി എന്ന് നമ്മൾ പറയുന്ന കാര്യത്തിൽ വളരെ പിന്നാക്കമാണ്. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ അത് റിസൾട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം പിന്നെയും ബാക്കിയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഡയാലിസിസ് എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് ഒരു മിതമായ നിരക്കിൽ വളരെ ഹൈ ക്വാളിറ്റി ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മളും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും നമ്മുടെ ഹോൾ ടീമും വന്നു ചേരുന്നത്. ഇവിടെ ഒരു പുതിയ രീതിയിൽ യൂണിറ്റ് റീവാമ്പ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടി മിതമായ നിരക്കിൽ ഡയാലിസിസ് റീയൂസ് മാക്സിമം കുറച്ച് ഒരു 1-to-1 കെയർ എന്നുള്ള രീതിയിൽ ഡോക്ടറും നമ്മുടെ ടെക്നീഷ്യൻസും പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും കൂടെ ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ ചെറിയ ക്വസ്റ്റ്യൻസും ക്വറീസും അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഭക്ഷണക്രമം എന്നിവ. ബിക്കോസ് പലർക്കും ഒരു ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്, ഡയാലിസിസിലുള്ള രോഗിക്ക് ഇതും കഴിക്കാൻ പാടില്ല, അതും കഴിക്കാൻ പാടില്ല, ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമാണെന്നുള്ള. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് പ്രോട്ടീൻ ആഹാരങ്ങൾ ധാരാളം ആവശ്യമുണ്ട്. അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ലൊരു ഡയാലിസിസ് ചികിത്സാവിധിയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ളൊരു ഡയാലിസിസ് രോഗിയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളൊരു ഡയാലിസിസ് രോഗിയോ ഉണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് കെയർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് വെച്ച് അവർക്ക് 10 വർഷം, 15 വർഷം, 20 വർഷം വരെയൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ പറ്റുമെന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ 70 വയസ്സിന് അപ്പുറമായിട്ട് പോലും നല്ല രീതിയിൽ ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്ന രോഗികളെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇതിലാണ് ഡയാലിസിസ് രോഗികൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഡയാലിസിസ് അഡിക്വസി ചെക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വിധം കറക്റ്റാണോ എന്ന് നോക്കുക. നെഫ്രോളജിസ്റ്റിനെ കൺസിസ്റ്റൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുക.